നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. വയനാടിന്റെ കാര്യത്തിൽ ഇന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. വയനാടിനെ അതിതീവ്ര ദുരന്തത്തിന്റെ പരിധിയിൽ പെടുത്താനാവില്ല എന്നാവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നു മാത്രവുമല്ല, ഇന്നത്തെ പ്രതികരണത്തിനകത്ത് പ്രത്യേകമായി എന്തെങ്കിലും തുക അനുവദിച്ചുകൊണ്ട് വയനാട്ടിനെ ഒപ്പം ചേർക്കുന്നതിനെക്കുറിച്ച് സർക്കാർ സംസാരിക്കുന്നതേയില്ല. വയനാടിനായി എല്ലാം ചെയ്തിട്ടുണ്ട്, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വാദിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലും ഇതേ വിഷയത്തിന്മേൽ വലിയ വാദങ്ങളുണ്ടായി. സംസ്ഥാന സർക്കാർ കയ്യിലുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ കോടതിയിൽ നിരത്തി. SDRF ഫണ്ടിൽ പണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തോട് കുറച്ചുകൂടി വിശാലമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേരള ഹൈക്കോടതി. കണക്കിന്റെ കാര്യം പറഞ്ഞ്, സാങ്കേതികതയുടെ കാര്യം പറഞ്ഞ് കേരളത്തിനുള്ള, വയനാടിനുള്ള സഹായം വൈകിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ മറ്റേതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ പണം ഒഴുക്കിക്കൊടുത്തു എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഒരിടത്തുമില്ലാത്ത സാങ്കേതികത്വത്തിൻ്റെ, നിയമത്തിൻ്റെ ഈ തടസ്സവാദങ്ങൾ കേരളത്തോട് മാത്രം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ വിവേചനം ദുരന്തബാധിതരോടും കാട്ടുകയാണോ മോദി ഭരണകൂടം? നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്ന് ദുരന്തഭൂമി കണ്ടുപോയിട്ട്, ദുരിതബാധിതരെ ചേർത്തണച്ചിട്ട്, ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോചിച്ച് മടങ്ങിപ്പോയിട്ട് മാസം 3 കഴിഞ്ഞിട്ടും അതിനുതകും വിധമുള്ള ഒരു പണവും തരാതിരിക്കുന്നതിന് വിവേചനമല്ലാതെ മറ്റെന്താണ് കാരണം? ഈ വിഷയം വീണ്ടും സംസാരിക്കുകയാണ് നമ്മൾ. ദുരന്തബാധിതരോട് മോദി സർക്കാരിന് വിവേചനമോ? ഇന്നത്തെ ഈ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് ആദ്യം ആവശ്യമുണ്ട്. തൗഫീഖ് അസ്ലം എന്നോടൊപ്പമുണ്ട്. തൗഫീഖ്, ഇന്ന് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വരുത്തുന്ന വ്യക്തത എന്താണ്? നിഷാദ്, ലോക്സഭയിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേക പാക്കേജിനെ കുറിച്ചും അതോടൊപ്പം തന്നെ L3 വിഭാഗത്തിൽ ഈ ദുരന്തത്തെ പെടുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇന്ന് സഭയിൽ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. പ്രത്യേക പാക്കേജിനെ കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആഭ്യന്തര സഹമന്ത്രിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. നിത്യാനന്ദ റോയ് ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്നാൽ ഈ ആവശ്യം കേന്ദ്രം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമായത്. ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചെയ്തു നൽകിയത് എന്ന കാര്യങ്ങളാണ് അദ്ദേഹം ആ സഭയിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 700 കോടി രൂപ SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട് നൽകി എന്നുള്ള ഒരു വിവരം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അതിനു മുമ്പും കേന്ദ്ര സർക്കാർ ഈ കാര്യം പറഞ്ഞിരുന്നു. അത് കൂടാതെ പുതുതായിട്ട് കേരളത്തിന്റെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഏതെങ്കിലും ഒരു പരാമർശമോ, കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന സവിശേഷമായതൊന്നും ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ല. SDRF ഫണ്ട് എന്നാൽ മറ്റ് പല കാര്യങ്ങൾക്കും, സകല ദുരന്തങ്ങൾക്കുമായി ഉപയോഗിക്കാൻ സർക്കാർ അനുവദിക്കുന്ന വാർഷിക ഫണ്ടാണ് എന്നതുകൂടി പ്രത്യേകമായി കാണേണ്ടതുണ്ട്. തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ CM പ്രകാശൻ CPIM ൽ നിന്ന്, ശ്രീ പ്രശാന്ത് മലവയൽ BJP നേതാവ്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ പ്രശാന്ത്, ഈ വയനാടിൻ്റെ ദുരന്തത്തെ നേരിട്ടറിയാവുന്ന ഒരാൾ കൂടി എന്ന നിലയ്ക്ക് താങ്കളോട് ചോദിക്കട്ടെ, നമുക്ക് കേന്ദ്ര സർക്കാർ പണം തരാത്തത്, മറ്റു പല സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തിട്ടും നമുക്ക് മാത്രം തരാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യം തുടക്കത്തിൽ വിശദീകരിക്കാമോ? നമ്മൾ ഈ വിഷയം ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ വയനാടിന് ഒരു പ്രത്യേക പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ, അതല്ലാതെ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ്, അത് കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നറേറ്റീവാണ്. അതല്ലാതെ യഥാർത്ഥ വസ്തുതയിലേക്കാണ് കിടക്കുന്നതെങ്കിൽ, നമ്മളിവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ, സ്പെഷ്യൽ പാക്കേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത് നവംബർ മാസം 13 മാത്രമാണ്. അതിൻ്റെ മേലുള്ള വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് വയനാടിൻ്റെ ദുരന്തമുഖം നേരിട്ട് കണ്ടിട്ടുള്ള പ്രധാനമന്ത്രി അതിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ്. അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കൊടുക്കാൻ ഇത്രത്തോളം വൈകിയത് കൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഈ സ്പെഷ്യൽ പാക്കേജിന് വേണ്ടിയിട്ടുള്ള
ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അത് നീണ്ടു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4 മാസമായിട്ട് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാത്തത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അലംഭാവവും ദുരന്തം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മുതൽ ഇന്നലെ വരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകൾ കണ്ടാലറിയാം. സഭയിലടക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അലംഭാവം ഉണ്ടായിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തത്തിൽ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? കൊടുത്ത പണം എത്രയാണ്? മൊത്തം വയനാടിന്റെ പുനരധിവാസത്തിന് വലിയ പ്ലാനും ഡീറ്റെയിൽസും ഒക്കെ ആവശ്യമുണ്ട്. അതിന്റെ കണക്ക് തരാൻ വൈകിയെന്നാണ് താങ്കളുടെ വാദം. അതിനെനിക്ക് മറുവാദമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് രാജ്യം അഭിമുഖീകരിച്ച വലിയ ദുരന്തങ്ങളിൽ ഒന്നിൽ കേന്ദ്ര സർക്കാർ ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് എന്ന്. ആ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ ദുരന്തത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് നമുക്ക് പ്രാഥമികമായി കിട്ടിയത് എന്താണ്? അതായത് ഇതിൽ 3 ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു. ആ റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായിട്ട് കേന്ദ്രത്തിൻ്റെ സേനകളുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ അതിലുണ്ടായിരുന്നു. അതിലാർക്കും സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. NDRFിൻ്റെ 4 യൂണിറ്റ്, BSFിൻ്റെ 3 യൂണിറ്റ്, ആർമിയുടെ കേന്ദ്ര സർക്കാരിന്റെ സവിശേഷ സഹായമൊന്നുമല്ല. സൈന്യത്തിന്റെയും ഒക്കെ ജോലി എന്താണ്? ജോലി എന്താണ്? രാജ്യത്ത് എവിടെയും പ്രശ്നമുണ്ടായാൽ ഇടപെടൽ അവരുടെ ജോലിയാണ്. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, അത് അങ്ങനെ അല്ല, അത് കേന്ദ്ര സേനകളുടെ ജോലിയാണ്. അത് കേന്ദ്ര സേനകളുടെ ജോലിയാണ്. അത് കേന്ദ്രത്തിന്റെ സവിശേഷ സഹായമല്ല. ആ ജോലി രാജ്യത്ത് എവിടെയും എടുക്കലാണ് അവരുടെ ഉത്തരവാദിത്വം. അതിനാണ് സൈന്യത്തിന് ശമ്പളം കൊടുക്കുന്നത്, അതിനാണ് NDRFിന് ശമ്പളം കൊടുക്കുന്നത്. അത് അവരുടെ പണിയാണ്, ഡ്യൂട്ടിയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു ദുരന്ത സമയത്ത് നൽകിയ സഹായം എന്താണ്? തന്ന പണം എത്രയാണ്? നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ കയറി കണ്ടുപോയല്ലോ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന്. തന്നത് എന്താണ്? അത് പറയൂ താങ്കൾ. ഞാൻ പറഞ്ഞിട്ട് തീർന്നില്ലല്ലോ. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള അലംഭാവമുണ്ട്, നിങ്ങൾക്ക് ആർക്കും സംശയവുമില്ല. ഇനി രണ്ടാം ഘട്ടത്തിൽ ടെമ്പററി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ചർച്ചകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പുനരധിവാസത്തെക്കുറിച്ചല്ല ചർച്ച. കാരണം അതിന് എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടില്ല, ഭൂമി കിട്ടിയിട്ടില്ല. അതിലേക്ക് ഞാൻ വരുന്നു. ഞാൻ രണ്ടാമത്തെ ടെമ്പററി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഇവിടെ ഇപ്പോൾ പലരുടെയും വീടുകളിൽ താമസിക്കുന്നു, പലരുടെയും വാടക വീടുകളിൽ താമസിക്കുന്നു, പലരുടെയും ബന്ധുക്കൾ വീടുകളിൽ താമസിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് ആവശ്യം എന്താണ്? ഇവിടെ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള താമസം, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ആരൊക്കെ ചെയ്തു കൊടുക്കണം? കേന്ദ്ര സർക്കാരും ചെയ്തു കൊടുക്കണം, സംസ്ഥാന സർക്കാരും ചെയ്തു കൊടുക്കണം, പ്രാദേശിക ഭരണകൂടങ്ങളും ചെയ്തു കൊടുക്കണം. എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് 6000 രൂപ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോൾ വൈദ്യുതി ബില്ല് കൂട്ടി. ഈ വൈദ്യുതി ബില്ലിൻ്റെ ആ കൂട്ടിയിട്ടുള്ള ആനുകൂല്യമെങ്കിലും ഈ ദുരന്ത മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 6000 രൂപ തന്നെയല്ലേ ഉള്ളൂ. ആ 6000 രൂപയ്ക്ക് ഇവിടെ ഏതെങ്കിലും വാടക വീട് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ കറണ്ട് ബില്ലടക്കാൻ പൈസയുണ്ടോ? വെള്ള ബില്ലടക്കാൻ പൈസയുണ്ടോ? കുട്ടികൾ സ്കൂൾ പോകുന്നത് എങ്ങനെയാണ്? 300 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നു, പലർക്കും കിട്ടുന്നില്ല. കേന്ദ്ര സർക്കാർ തന്ന പൈസ എത്രയാണ് എന്നാണ് ചോദ്യം. ഞങ്ങൾ തന്ന പൈസ മര്യാദയ്ക്ക് ചെലവഴിക്കുന്നില്ലോ എന്ന ചോദ്യം ചോദിക്കാൻ കഴിയും. ഗുജറാത്തിന് പ്രളയ സഹായമായി അടിയന്തരമായി 600 കോടി രൂപ കൊടുക്കുന്നത് ഏത് കണക്ക് കിട്ടിയിട്ടാണ്? 600 കോടി രൂപ. ബീഹാറിന് പ്രളയ നിർമ്മാർജ്ജന ഫണ്ട് എന്ന പേരിൽ ബജറ്റിൽ വകയിരുത്തിയത് എത്ര 1000 കോടിയാണ്? തമിഴ്നാടിന് കൊടുക്കാമെന്ന് പറയുന്നത് എത്ര കോടിയാണ്? കേരളത്തിന് തന്നത് എത്ര കോടിയാണ്? താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പറ, എത്ര തന്നു? ഇവിടുത്തെ സർക്കാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന വിമർശനത്തിന് ഇവിടെ വേറെ ആളുണ്ട്. ഇത് പണം തരാൻ അർഹതപ്പെട്ട, അതിന് അധികാരപ്പെട്ട ഒരു സർക്കാർ ഇവിടെ വന്ന് ഹെലികോപ്റ്ററിൽ കറങ്ങി ഇത് മുഴുവൻ കണ്ടുപോയ ആൾ എത്ര തന്നു കേരളത്തിന്? മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതുപോലെ എന്തുകൊണ്ട് കേരളത്തിന് തന്നില്ല? മറ്റെല്ലാവരും കൃത്യമായി കണക്ക് തന്നു, കേരളം കണക്ക് തന്നില്ല എന്ന് സ്ഥാപിക്കാൻ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചെന്താണ്? ഇവിടെ ഫണ്ടില്ലാത്തത് കൊണ്ടാണോ? ഫണ്ടിൻ്റെ കണക്ക് പറയൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ
നിങ്ങൾ തന്നെ മീഡിയ വൺ തന്നെ ഏറ്റവും അവസാനം NK പ്രേമചന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. NK പ്രേമചന്ദ്രൻ BJPയുടെ ആരുമല്ലല്ലോ. NK പ്രേമചന്ദ്രൻ UDFിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണല്ലോ. മീഡിയ വണ്ണ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്? അത് തന്നെയാണ് വസ്തുത. ഇവിടെ ആവശ്യത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ അത് ഈ മേഖലയ്ക്ക് ഉപയോഗിക്കാതെ കേന്ദ്രം കൊടുത്തിട്ടുള്ളത് ഞാൻ പറയാം. മലയാളത്തിൽ താങ്കൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കാശുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കാശുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കാശുണ്ട്, അതങ്ങെടുത്ത് ചെലവാക്കിയാൽ മതി, കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഇവിടെ എന്താ SDRF എന്ന് പറഞ്ഞാൽ ബാക്കി സകല ദുരിതത്തിൽ ഉപയോഗിക്കേണ്ട പണമാണ്. അത് ഓൾറെഡി പലതരത്തിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ പണമാണ് ഇന്ന് ഹൈക്കോടതിയെ സർക്കാർ ഉത്തരവാദിത്തോടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എന്താണ് CMDRFിലെ പണം, CMDRFിലെ പണം എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് SDRF, ഒന്ന് CMDRF. SDRF സകലമാന ദുരിതത്തിന് ഉപയോഗിക്കേണ്ട പണമാണ്. അതിൽ മുക്കാലും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മറ്റു പലതിനുമായി എന്ന് സർക്കാർ ഉത്തരവാദിത്തത്തോടെ ഇന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് CMDRF ആണ്. അത് ഈ നാട്ടിലെ മനുഷ്യർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണമാണ്. അല്ല, അതിന്റെ കണക്ക് ചോദിക്കാൻ വരുന്നതിന് മുമ്പ് ഉത്തരവാദിത്തത്തിനുകൊണ്ട് നിങ്ങൾ എന്ത് കൊടുത്തു? അത് കൊടുക്കാതെ 80 കോടി BJPയുടെ ഗവൺമെന്റുകൾ കൊടുത്തിട്ടുണ്ട് CMDRFിലേക്ക്. നാട്ടുകാര് എല്ലാവരും കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വേറെ ഏത് മാർഗത്തിലൂടെ കൊടുക്കുക? കേന്ദ്ര സർക്കാർ കൊടുത്തല്ലോ. ഗുജറാത്തിന് 600 കോടി, കേന്ദ്രത്തിന് ഫണ്ട് കൊടുക്കാൻ ഗുജറാത്തിന് കൊടുത്ത 600 കോടി, ആന്ധ്രാപ്രദേശിന് കൊടുത്ത കോടികൾ, ബീഹാറിന് കൊടുത്ത കോടികൾ, തമിഴ്നാട്ടിന് കൊടുക്കാമെന്ന് പറയുന്ന കോടികൾ, നമുക്കുള്ള കോടികൾ എവിടെ? തമിഴ്നാട്, കേരളത്തിലുള്ള കോടികൾ എവിടെ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഗുജറാത്തിന് കൊടുത്ത 600 കോടി, നമുക്കുള്ളത് എവിടെ? അതായത് L3, L1, L2, L3 രീതിയിലാണല്ലോ ദുരന്തങ്ങൾ. തമിഴ്നാട്ടിൽ അവസാനം നടന്നിട്ടുള്ള ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. ഒരു സംസ്ഥാനത്ത് ഭൂരിഭാഗം പ്രദേശത്തും വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റ്, അതിൽ വന്നിട്ടുള്ള നാശനഷ്ടം, അത് കേരളത്തിൽ നടന്നാലും അങ്ങനെ തന്നെയാണ്, ആന്ധ്രയിൽ നടന്നാലും അങ്ങനെ തന്നെയാണ്, ബീഹാറിൽ നടന്നാലും അങ്ങനെ തന്നെയാണ്. അത് കൊടുക്കും, അടിയന്തരമായി പ്രഖ്യാപിക്കും, അതിലൊന്നും ഒരു സംശയവുമില്ല. ഈ അടിയന്തരമായി പ്രഖ്യാപിക്കുന്ന വാക്കിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലാവുന്നു? അടിയന്തരം എന്ന് വെച്ചാൽ വാക്കിന്റെ മീനിങ് എന്താണ്? അടിയന്തര സഹായം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംസ്ഥാനത്ത് ഭൂരിഭാഗം പ്രദേശത്തും ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം, അതല്ലേ അടിയന്തര സഹായം. കേരളത്തിന് കൊടുത്തിട്ടില്ലേ? BJPയുടെ പ്രതിനിധിക്ക് പറയാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് വേണ്ടി. അല്ല CM പ്രകാശൻ BJPയുടെ പ്രതിനിധിക്ക് പറയാൻ കഴിയുന്നില്ല പണം തരുമോ ഇല്ലയോ എന്ന്, കാരണം ഉറപ്പില്ല. ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ പറയുന്നിടത്തും കേരളത്തിന് പൈസ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിലൊരു വ്യക്തതയുമില്ല. അതിതീവ്ര ദുരന്തത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നിനും ഒരു ഉത്തരവുമില്ല. എന്ന് വെച്ചാൽ CMDRFിലും SDRFിലും ഉള്ള കാശെടുത്ത് ചെലവാക്കിയാൽ മതി, വേറെ ഒന്നും തരാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇത് BJP കേരളത്തോട് കഴിഞ്ഞ് കുറച്ചു കാലമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന പൊതു നിലപാടിൻ്റെ തുടർച്ചയാണ്. ഇവിടെ ഇപ്പോൾ PDNA വൈകി എന്ന കാര്യമാണല്ലോ ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 3 മാസം 4 മാസം കാലം കൊണ്ട് മാത്രമേ ഇന്നുവരെ ദുരന്തമുണ്ടായ എല്ലാ സ്റ്റേറ്റുകളും കൊടുത്തിട്ടുള്ളൂ. ആന്ധ്രക്ക് PDNA കൊടുക്കാതെയാണ് 3500 കോടി കൊടുത്തത്. ബീഹാറിന് അഡ്വാൻസായി 13,000 കോടി കൊടുക്കുന്നതിന് ഒരു PDNAയും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തമിഴ്നാടിന് 1000 കോടികൾ കൊടുത്തിരിക്കുന്നത് PDNA ഇല്ല, തെലങ്കാനയ്ക്കില്ല, ത്രിപുരയ്ക്കില്ല, ഉത്തരാഖണ്ഡിലില്ല. എന്നാൽ കേരളത്തിന് മാത്രം ഇത് ബാധകമാക്കുന്നത് എന്തിൻ്റെ പേരെയാണ്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം തരാതിരിക്കുക, ഇതാണ്. ഒരു പൈസ പോലും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല. ഇനി ഇക്കാര്യം സംബന്ധിച്ച് എന്താ ഇപ്പോൾ ഹൈക്കോടതിയെ പറ്റി പറഞ്ഞല്ലോ, ഹൈക്കോടതി ഇന്നത്തെ വിധിനെ ഒന്ന് പരിശോധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി പറയാണ്, ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ഇൻ എമർജൻസി ആൻഡ് നീഡ്സ് ഫണ്ട്, ഹു എൽസ് വിൽ ബി ദ സ്റ്റേറ്റ് ടാസ്ക്? യുവർ നോംസ് ലൈക്ക് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആർ പ്രൊസീജറൽ നോംസ് ആൻഡ് ദിസ് ഈസ് എൻ എമർജൻസി. യു ഹാവ് ടു മേക്ക് എക്സംഷൻ ഇൻ എമർജൻസി. ഇത് ഹൈക്കോടതി ഇന്ന് വാക്കാൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതൊരു എമർജൻസിയാണ്. ഇവിടെ നിങ്ങൾ പ്രൊസീജിയറൽ എറർ അല്ല നോക്കേണ്ടത്, ഇനി ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ ബാധ്യസ്ഥമാണ്, അത് കൊടുക്കണം എന്ന് ഇന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കണം. ഇത് കൃത്യമായിട്ട് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരൊറ്റ പൈസ പോലും, ഒരു നയാ പൈസ പോലും
വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് നൽകിയിട്ടില്ല. കേരളം കൃത്യമായ നിലയ്ക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. 2221 കോടിയുടെ വളരെ വിശദമായ നിലയ്ക്കുള്ള നിവേദനം തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, വന്നപ്പോൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭ ഐകണ്ഠ്യേന പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യം സംബന്ധിച്ച് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഒരു കാരണവശാലും സഹായം നൽകാൻ സന്നദ്ധമല്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അന്യായമാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. വയനാട് ദുരന്തമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. അത്ര ഭീകരമായ ദുരന്തമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇതുവരെയുള്ള ഉരുൾപൊട്ടലിൽ 30 ലക്ഷം ക്യൂബിക് മീറ്ററാണ് മാക്സിമം മണ്ണിടിച്ചിലുണ്ടായത്. വയനാടിൽ അത് 60 ലക്ഷം ക്യൂബിക് മീറ്ററാണ്. 254 പേർ മരിച്ച ഒരു ദുരന്തം ഇന്ത്യയിൽ വേറെ ചെയ്തിട്ടുണ്ട്. 47 പേരെ ഇപ്പോഴും കാണാൻ വേണ്ടിയില്ല. 378 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. 2 ഗ്രാമങ്ങളാകില്ല. അവിടെയാണ് BJP പറയുന്നത് വെറും 3 വാർഡേ ഒടുങ്ങിപ്പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ BJP മനോഭാവത്തിൻ്റെ അവരുടെ ക്രൂരതയുടെ ഒരു ഉള്ളടക്കാണത്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നരേന്ദ്രമോദി കൊടുക്കുന്ന പണം അത് അദ്ദേഹം ഉണ്ടാക്കിയ പണമല്ല, BJP ഉണ്ടാക്കിയ പണമല്ല. ഈ കേരളത്തിലടക്കമുള്ള ജനങ്ങൾ നൽകിയിരിക്കുന്ന നികുതി പണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ. മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് കൃത്യമായ നിലക്ക് തന്നെ ഹൈക്കോടതി പറഞ്ഞല്ലോ എന്താണ് കേരളത്തിന്റെ കയ്യിൽ ആകെയുള്ള പണം. അവർ പറഞ്ഞിരിക്കുന്നത് ആകെ ഇവിടെ പിന്നെ ബാക്കിയുള്ളത് 61.53 കോടിയാണ്. കോടതിക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റാണ്. ഇവിടെ ഈ പറഞ്ഞ SDRF-ൽ ഇനി ആകെ ബാക്കിയുള്ളത് ബാധ്യതയില്ലാതെ 61.53 കോടിയാണ്. CMDRF പൂർണ്ണമായിട്ടും ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയോ? SDRF പൂർണ്ണമായിട്ട് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയോ? അപ്പോൾ L3 ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായാൽ ഇവിടെയുള്ള മുഴുവൻ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കടം എഴുതി തള്ളും. MP-മാരുടെ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ പണം തരാൻ ബാധ്യസ്ഥമാകും. മറ്റ് മേഖലയിൽ ഇഷ്ടം പോലെ പണം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും അനുവദിക്കാതിരിക്കുന്നതിന് കാരണം എന്താ? കേന്ദ്ര ഗവൺമെന്റ് ഈ L3 ദുരന്തമാണ് കേരളത്തിൽ നടന്നത് എന്ന് മാത്രം പ്രഖ്യാപിച്ചാൽ ഈ കേരളത്തെ ഒരുപാട് സഹായിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ രാഷ്ട്രീയ ശത്രുത കൊണ്ട് അതുപോലും പ്രഖ്യാപിക്കാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നിലപാട് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ശരിയല്ല എന്നാണ് കേരളം പറയുന്നത്. ശരി, രാഷ്ട്രീയ ശത്രുതയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ശ്രീ അനിൽ ബോസ്, കോൺഗ്രസ് പ്രതിനിധി കൂടി നമ്മോടൊപ്പം. അനിൽ ബോസ്, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടേക്കാണ്? കേന്ദ്ര സർക്കാർ നമുക്ക് അർഹതപ്പെട്ട പണം തരാതെ രാഷ്ട്രീയ വിവേചനം കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണോ, അതോ ഇവിടെ ഇനിയും നിങ്ങൾ CMDRF പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നതിലാണോ നിങ്ങളുടെ ഊന്നൽ? എവിടെയാണ്? നിഷാദെ, നമ്മൾ ഈ വിഷയത്തെ കേവലം രാഷ്ട്രീയ അജണ്ടയിൽ ഊന്നി മാത്രം ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇത് പൊതുവായി കേരളത്തെ ഞെട്ടിച്ച വലിയൊരു ദുരന്തം. ഇപ്പോഴും 47 പേരെ കണ്ടുകിട്ടിയിട്ടില്ല. നമ്മൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുള്ള പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുക വിഷയങ്ങളെ. ഇവിടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കിയിട്ടുള്ളത്? 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ 48(1)(a) പ്രകാരം ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗവും സഹായങ്ങളും അടിയന്തര സാഹചര്യത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ള നടപടികളുടെ ഭാഗമായി ഒരു സംസ്ഥാനത്ത് പ്രത്യേകമായി ശ്രദ്ധ വേണ്ടുന്ന ദുരന്തമുണ്ടായാൽ എന്താ ആദ്യം ചെയ്യുക? ആ ചെയ്യുന്ന സ്ഥലത്തേക്ക് കേന്ദ്രവിഹിതം 75% അടിയന്തരമായി നൽകണം. ഇവിടെ നമ്മൾ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് 75% തുക നൽകിയിട്ടുണ്ടോ? എത്ര ദിവസമായി ഈ ദുരന്തം നടന്നിട്ട്? ഏതാണ്ട് 135 ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ 135 ദിവസത്തിൽ എത്തി നിൽക്കുന്നു എന്നതല്ല ഏറ്റവും ഗൗരവതരമായ കാര്യം. ദുരന്ത ഭൂമിയിൽ ആദ്യം കേന്ദ്ര സംഘം വന്നു. ആ കേന്ദ്ര സംഘം പ്രാഥമികമായ കണക്കെടുപ്പ് നടത്തിയതിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റേത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു ദുരന്തഭൂമി സന്ദർശിക്കും മുമ്പ് ഒരു സംഘം ഉദ്യോഗസ്ഥരെ അയച്ച് പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ എക്സിക്യൂട്ടീവ് ചെയ്യത്തക്ക തരത്തിലുള്ള ഉത്തരവ് ഇറങ്ങും. പ്രാഥമിക സഹായം വിശദമായ റിപ്പോർട്ടിന് ശേഷം ബാക്കി. ഇവിടെ കേരള ഗവൺമെൻറ് 2019 കോടി
കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അത്രയും ഒറ്റ പ്രഖ്യാപനമായി നടത്തണ്ട. കേന്ദ്ര സംഘത്തിൻ്റെ പഠനവും പ്രധാനമന്ത്രിയുടെ വിസിറ്റും ഉണ്ടായ സാഹചര്യത്തിൽ പ്രാഥമികമായി ഒരു 250 കോടി പ്രഖ്യാപിക്കാമല്ലോ. പ്രഖ്യാപിച്ചോ? നമ്മളെല്ലാവരും എത്ര പോസിറ്റീവായിട്ടാണ് പ്രതീക്ഷിച്ചത്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വകാര്യ സ്വത്തല്ലല്ലോ. നമുക്ക് രാഷ്ട്രീയമായി പാർട്ടി രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ, മുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വിയോജിപ്പുകൾ നയങ്ങളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയാം. പ്രധാനമന്ത്രി ഭരണഘടനാപരമായി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട, നമ്മളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇത്രയും ചൂരൽമല ദുരന്തം നമ്മളെല്ലാം ഞെട്ടിച്ച്, നിരവധി കുടുംബങ്ങൾ അനാഥമായി, നിരവധി വ്യക്തികൾ അനാഥമായി, അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തത് എന്താ? ഫാൻസി ഡ്രസ് നടത്താനാണോ പ്രധാനമന്ത്രി വന്നത്? അതോ ഫാഷൻ പരേഡ് നടത്താനാണോ വന്നത്? അതോ ഫോട്ടോ ഷൂട്ടിന് വന്നതാണോ സ്ഥിരം അദ്ദേഹം ചെയ്യുന്നത് പോലെ? അപ്പം അദ്ദേഹം വരുമ്പോൾ നാട് പ്രതീക്ഷിക്കും അദ്ദേഹത്തിൽ നിന്നൊരു പ്രഖ്യാപനം. ഈ 135 ദിവസം പിന്നിടുമ്പോഴും ഉണ്ടായിട്ടില്ല. അതിന് ജാഗ്രതയായ ഒരു തീരുമാനം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി 2 മുന്നണികളായി നിൽക്കുമ്പോഴും ഇത് കേരളത്തിൻ്റെ പൊതുവിഷയമെന്നുള്ള നിലയിൽ കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കിയപ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമല്ലേ? കേരളത്തിനൊരു സഹായം കിട്ടേണ്ട സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയല്ലേ നമ്മൾ നിലപാടെടുത്തത്? അപ്പം സുവ്യക്തമാണ് UDFൻ്റെ നിലപാട്. രാഷ്ട്രീയമായിട്ടാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. വയനാട് ദുരന്തത്തിൽ പ്രധാനമന്ത്രി കേരളത്തോട് നീതി പുലർത്തിയില്ല, ഇമ്മീഡിയറ്റായി സഹായം പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര സംഘം വന്നിട്ടും പ്രധാനമന്ത്രി വന്നിട്ടും അവിടെ ആനുകൂല്യം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ ചലഞ്ച് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ദുരന്തം നടന്നു. SDRF ഫണ്ട് അവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞല്ലോ അവർക്ക്. കേന്ദ്ര സർക്കാർ എന്തിനാണ് അടിയന്തരമായി അവർക്ക് 900 കോടി വിനിയോഗിക്കാനുള്ള അവസരം കൊടുത്തത്? എന്താ തമിഴ്നാടിന് വേറെ കൊമ്പുണ്ടോ? ഭരിക്കുന്നത് ഞങ്ങളുടെ മുന്നണിയാണ്. DMKയും CPMും കോൺഗ്രസും ഉള്ള മുന്നണിയാണെന്ന് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ 900 കോടി കൊടുക്കാം. കേരളത്തിന് എന്താണ് പർപ്പസ്ഫുള്ളായി കൊടുക്കാതിരിക്കുന്നത്? അതിന് SDRF ഫണ്ട് വിനിയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കാത്തത്? കേരളത്തിൽ അതിനാവശ്യമായ പണം അലോട്ട് ചെയ്യാത്തത്? അവിടെ കണക്കിൻ്റെ സാങ്കേതികത പറയുന്നത്? അതിനോട് യോജിക്കാൻ കഴിയില്ല. എന്താ ഇന്ന് കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞത് വ്യക്തമല്ലേ? അനുഭാവപൂർവമായ നിലപാട് ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കണം കേന്ദ്ര ഗവൺമെൻറ്. കോടതിക്ക് എന്താ രാഷ്ട്രീയമുണ്ടോ? കോടതി വിഷയത്തിൻ്റെ മെറിറ്റിലാണ് സംസാരിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഗവൺമെൻറ് പല വീഴ്ചകളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സംശയകരമായ ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. വന്ന കണക്കുകൾ പുറത്തുവിടുന്നതിൽ അല്ലെങ്കിൽ അത് വിനിയോഗിക്കുന്നതിലൊക്കെ പോരായ്മയുണ്ട്. അത് വേറെ സബ്ജക്റ്റ്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. കേന്ദ്ര സഹായം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. ആ ആവശ്യത്തിൽ ഊന്നി നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം. അവിടെ കേരളത്തിൽ UDF ആണ്, അത് LDF ആണ് അധികാരത്തിൽ. കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ വിവേചനം ഉണ്ടെന്നാണ് ശ്രീ അനിൽ ബോസ് താങ്കൾ പറയുന്നത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അപ്പുറത്തേക്ക് പോട്ടെ. അതായത് കേരളത്തിൽ ഭരിക്കുന്ന ഒരു BJP ഇതര മുന്നണിയാണ് എന്നതുകൊണ്ട് നമ്മളോട് രാഷ്ട്രീയമായ വിവേചനം ഫണ്ട് അലോക്കേഷനിൽ സകലയിടത്തും കാണിക്കുന്നുണ്ട് എന്ന പോയിന്റിൽ താങ്കൾ യോജിക്കും? നിഷാദ്, ഒരു സെക്കൻഡ്. ഇവിടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് വയനാടിന് കേന്ദ്ര സഹായം എന്നത്. ആ കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഇന്ത്യ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി, പ്രധാനമന്ത്രി കസേരയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് ഇരിക്കാൻ വേണ്ടി ബീഹാറിന് പ്രഖ്യാപിക്കുമ്പോൾ നോംസ് ബാധകമല്ലായിരുന്നല്ലോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് ബീഹാറിന് ബജറ്റ് വിഹിതമായിട്ട് വലിയ തുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ അപ്പുറത്തേക്ക് പോവുകയാണ്. അല്ല, അതിനകത്ത് ശ്രീ അനിൽ ബോസ്, കേരളത്തോട് ഫണ്ട് അലോക്കേഷന്റെ കാര്യത്തിൽ, തുല്യമായ വിഹിത വിതരണത്തിന്റെ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ വലിയ വിവേചനം കാണിക്കുന്നു എന്ന പോയിന്റിൽ താങ്കൾക്ക് ഒരുമിക്കാൻ കഴിയുമോ? ഇതിനു മുൻപും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ്? നമുക്ക് പഴയതുപോലെ ഫണ്ട് ഫ്ലോ ഇല്ലാത്തതിന്റെ കാരണം നമ്മളോട് കാണിക്കുന്ന സമീപനത്തിന്റെ പ്രശ്നമാണ് എന്നിടത്ത് നിങ്ങൾ യോജിക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വയനാട്ടിലെ ഒരു ദുരന്ത സമയത്ത് പോലും നമുക്ക് മാത്രം പണം തരാതിരിക്കുന്ന രാഷ്ട്രീയ വിവേചനമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ നമ്മൾ പലയിടത്തും സാമ്പത്തികമായി പതറുക സ്വാഭാവികമല്ലേ? ആ ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇതിന്റെ കൂടെ. അനിൽ ബോസ്,
അല്ല നിഷാദേ, ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സഹായം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകുന്ന കാര്യത്തിൽ പ്രാഥമികമായി ചെയ്യേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി അതിന് മുൻകൈ എടുത്തൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോട് പരസ്യമായ പോരാട്ടത്തിന് UDF രാഷ്ട്രീയം മറന്ന് കേരള സർക്കാരിനെ പിന്തുണയ്ക്കും. ഫസ്റ്റ് പോയിന്റ് ക്ലാരിറ്റി വന്നല്ലോ. സെക്കൻഡ് പോയിന്റ്, ഞങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണമുണ്ട് കേരളത്തിലെ മറ്റ് സാമ്പത്തിക വിനിയോഗങ്ങളിൽ. കേരള ഗവൺമെന്റ് നടപടികളിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ CAG 2023 CAG റിപ്പോർട്ട് നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. ഫണ്ട് വകമാറ്റലുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കേണ്ട പണം വകമാറ്റിയ ഗവൺമെന്റാണ് കേരളത്തിലെ സർക്കാർ എന്നുള്ള കാര്യത്തിൽ CAG റിപ്പോർട്ട് നമ്മുടെ മുൻപിലുണ്ട്. അതിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം. പ്രശാന്ത് മലവയൽ BJP എന്ന പേരിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരും നേതാക്കളും ഒക്കെ അല്ലേ നിങ്ങൾ വയനാട്ടിലെ ഇത്ര വലിയ കേരളം ഒന്നാകെ വിറങ്ങലിച്ചു പോയ, രാജ്യം ഒന്നാകെ നടുക്കത്തോടെ കണ്ട വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ 10 പൈസ കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കെ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഈ രാവിലെ ഇറങ്ങി എന്നെനിക്ക് അത്ഭുതം തോന്നുകയാണ് ശ്രീ പ്രശാന്ത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വെറും 15 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇവിടെ നടന്നത് എന്താണ്, ഇടതുപക്ഷത്തിന്റെ വോട്ട് എവിടെ പോയി എന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അടിയെ പോയതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ വേണമെങ്കിൽ വയനാട്ടിലേക്ക് കൂടി വരാം. ഞാനും പറയട്ടെ സാർ, നിഷാദ്, കേന്ദ്ര സഹായം ചർച്ച ചെയ്യുമ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ തർക്കമുണ്ടായത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചർച്ച ഇവിടെ വയനാട് ദുരന്ത സഹായമല്ലേ ചർച്ച ചെയ്യുന്നത്? അല്ല, ഞാൻ ജനങ്ങളുടെ മുഖത്ത് നോക്കുന്നതിന് അനിൽ സാർ അങ്ങനെയല്ല. ഞാൻ ജനങ്ങളുടെ മുഖത്ത് നോക്കുന്നതിന് അദ്ദേഹത്തിന് എന്നെ പരിഹസിച്ചതിന് ഞാൻ മറുപടി കൊടുത്തതാണ്. നിങ്ങൾ അതിൽ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾ കേട്ടിരുന്നല്ലോ. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ SDRF ഫണ്ടിൽ ഇത്ര തുകയുണ്ട്, 394 കോടി രൂപ ഈ 2024 മാർച്ച് മാസത്തിൽ 31-ാം തീയതി ബാക്കി ഉണ്ടായിരുന്നു. ജൂലൈ മാസം 30-ന് ദുരന്തം നടക്കുന്നു. ജൂലൈ മാസം 31-ന് 145 കോടി രൂപ SDRFന്റെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ മേഖലയ്ക്ക് ഉപയോഗിക്കാനാണ് എന്ന് സകല ദുരന്തങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, SDRF ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും SDRF ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ആന്ധ്രാപ്രദേശിനും തമിഴ്നാടിനും ബിഹാറിനും ഗുജറാത്തിനും SDRFന്റെ പേര് പറഞ്ഞ് വൈകിക്കുന്നില്ലല്ലോ. ഗുജറാത്തിന് വൈകിക്കുന്നില്ലല്ലോ. 600 കോടി ഗുജറാത്തിന് താലത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ന്യായം പറഞ്ഞില്ല. SDRFന്റെ ന്യായം വേറെ ഫണ്ട് കൊടുക്കുക, പിന്നെ വേറെ ഏത് മേഖലയിലൂടെയാണ് ഫണ്ട് കൊടുക്കുക? അപ്പൊ ഗുജറാത്തിനില്ലേ SDRF, ബിഹാറിനില്ലേ SDRF, തമിഴ്നാടിനില്ലേ SDRF, ആന്ധ്രക്കില്ലേ SDRF? അവിടെ എന്തിനാ വേറെ പൈസ? എങ്ങനെയാണ് പണം കൊടുക്കുക? നിങ്ങൾ ഒരു സോഴ്സ് പറയൂ. അല്ല, എന്തിനാണ് ആന്ധ്രയ്ക്ക് വേറെ പൈസ കൊടുത്തത്? അവിടെ SDRF ഉണ്ടല്ലോ. ഗുജറാത്തിന് 600 കോടി കൊടുത്തത് അവിടെ അസസ്മെന്റ് സർവേ 4 മാസം കഴിഞ്ഞിട്ടല്ല കൊടുക്കുക. അത് നിങ്ങൾ പ്രകാശ് മാഷോട് എന്നാണ് കൊടുക്കേണ്ടത്? PDN കൊടുക്കേണ്ടത് പിറ്റേന്ന് കൊടുക്കണം. PDN പിറ്റേന്ന് കൊടുക്കേണ്ട കണക്കാണോ? പിറ്റേന്ന് കൊടുക്കണോ? നവംബർ 13-ാം തീയതി വരെ ഇവരെന്തെടുക്കുമായിരുന്നു? അടിയന്തര സഹായം എന്താ കൊടുത്തേ? PDN കിട്ടിയില്ല. PDN എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? താങ്കൾ രാഷ്ട്രീയ നേതാവാണല്ലോ. PDN പിറ്റേന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? PDN പിറ്റേന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് പ്രശ്നമില്ല. അല്ല, PDN പിറ്റേന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? PDN ഉണ്ടാക്കുന്നത് വരെയുള്ള സമയത്തുള്ള അടിയന്തര സഹായം എന്താണ്? അടിയന്തര സഹായം എന്താ കൊടുത്തേ? എന്റെ പൊന്നു സുഹൃത്തെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടെമ്പററി പുനരധിവാസത്തിന് ഉപയോഗിക്കാവുന്ന തുക SDRFിലുണ്ട്. പോരെങ്കിൽ ഇനി SDRF തൊടാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിയോട് പറഞ്ഞല്ലോ 60 കോടിയെ ബാക്കിയുള്ളൂ. ഹൈക്കോടതിയോട് കള്ളം പറയാൻ പുനരധിവാസത്തിൽ ഹൈക്കോടതിയോട് പറഞ്ഞില്ലേ SDRFിൽ 60 കോടിയെ ബാക്കിയുള്ളൂ, അലോക്കേഷൻ കഴിഞ്ഞു, ബാക്കിയെല്ലാം. നിഷാദ് റാവുത്തർ കഴിഞ്ഞ ഓഗസ്റ്റ് 17-ന് കേരളം കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടത്തിൽ ചോദിച്ചിരിക്കുന്നത് SDRFിലേക്ക് 219 കോടി രൂപയാണ്. അത് ഒരു സംശയവുമില്ല കാര്യത്തിൽ. SDRFിലേക്കാണ് 219 കോടി ചോദിച്ചത്. അതിൽ
ജൂലൈ മാസം 31 കൊടുത്തിട്ടുള്ള 145 കോടിയുടെ കണക്ക് കൃത്യമായി കേന്ദ്ര ഹൈക്കോടതിയിൽ പറഞ്ഞു. ഒക്ടോബർ മാസം 1-ാം തീയതി 145 കോടി കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞു. അങ്ങനെ കൂട്ടിയാൽ 788 കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ ദുരന്ത മുഖത്ത് ഉപയോഗിക്കാവുന്ന തുകയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണെങ്കിൽ 2200 കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തത് കഴിഞ്ഞ നവംബർ 13 സാർ. അതായത് വയനാട്ടിലെ ലോക്സഭാ ഇലക്ഷൻ വോട്ടെണ്ണിയ അന്ന്, ഇലക്ഷൻ കഴിഞ്ഞ അന്ന് ഡിസംബർ 13 ഇന്നത്തെ പാർലമെന്റ് പ്രഖ്യാപനത്തിൽ ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോ ഡിസംബർ 13 ആയല്ലോ. ഇന്നിപ്പോ ഡിസംബർ 13 ആയില്ലേ? ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഡിസംബർ 13 ആയി. ഒരു മാസമായിട്ടും കേരളത്തിന്റെ കാര്യത്തിൽ അനക്കമില്ലാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഒരു മാസമായല്ലോ. അത് പറയൂ. ഇനിയിപ്പോ നവംബർ 13 കൊടുത്തു, ഡിസംബർ 13 ആയി, കാര്യങ്ങൾ എന്തായി? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നാളെ ഫണ്ട് അനുവദിച്ചു എന്നിരിക്കാം. റീഹാബിലിറ്റേഷന് വേണ്ടാണല്ലോ ഫണ്ട് അനുവദിക്കുന്നത്. എവിടെയാണ് സ്ഥലം? ആരാണ് ഏറ്റെടുത്തത്? എവിടെയാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം? എവിടെയുള്ളത്? കോടതിയിലല്ലേ ഉള്ളത്? ആരോടെങ്കിലും ചോദിച്ചോ? ഗുജറാത്തിന്റെ കാര്യത്തിൽ, ആന്ധ്രയുടെ കാര്യത്തിൽ, ബീഹാറിന്റെ കാര്യത്തിൽ, തമിഴ്നാടിന്റെ കാര്യത്തിൽ ഈ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങളെ പോലെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ഇത്തരം തിയറികൾ ഉണ്ടാക്കി പ്രയാസപ്പെടേണ്ടി വരുന്നില്ലല്ലോ. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്മാർക്കും ജില്ലാ അധ്യക്ഷന്മാർക്കും ഇതുപോലെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി പ്രയാസപ്പെടേണ്ടി വരുന്നില്ലല്ലോ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും SDRF ഉണ്ട്. കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ദുരന്തമുഖത്തുള്ള ആളുകൾ എന്തായിരിക്കും സ്ഥിതി? ശരി, ഞാനൊന്ന് പറയാം. CPIM നേതാവ് എം പ്രകാശൻ തുടർന്ന് എം പ്രകാശൻ SDRF-ൽ കാശ് കുമിഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ ഈ കേന്ദ്രത്തോട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാണ് എന്നാണ്. SDRF-ലേക്ക് നിങ്ങൾ 219 ചോദിച്ചു, 149 തന്നല്ലോ, അത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നാണ് വാദം. ഇവിടെ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിവേദനം, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആഗസ്റ്റ് 17-നാണ് ആദ്യത്തെ നിവേദനം കൊടുക്കുന്നത്. അതിനാവശ്യപ്പെട്ടത് 1202 കോടിയാണ്. പിന്നെ PDNA സംബന്ധിച്ച് ഇവിടെ പറഞ്ഞത് ശരിയാണ്. നവംബർ മാസം 13-നാണ് PDNA നമ്മൾ ചോദിക്കുന്നത്. അതിൽ 2221 കോടി റുപ്യ മേപ്പാടിക്കും 98.1 കോടി റുപ്യ വിലങ്ങാടിനുമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഈ PDNA കൊടുക്കുന്നത് വളരെ വേഗത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ ദുരന്തമുണ്ടാവുന്നത് 2023 ജനുവരിയിലാണ്. അവർ PDNA കൊടുക്കുന്നത് 2023 സെപ്റ്റംബറിലാണ്. സിക്കിമിൽ ഒക്ടോബർ 4-നാണ് 23 ദുരന്തം ഉണ്ടാവുന്നത്. അവർ PDNA കൊടുക്കുന്നത് 2024 ജൂണിലാണ്. ഹിമാചൽ പ്രദേശിൽ 2023 ജൂലൈയിലാണ് ദുരന്തം ഉണ്ടാവുന്നത്. അവർ PDNA കൊടുക്കുന്നത് 2023-ലാണ്. ഇത്രയൊന്നും സമയം കേരളം എടുത്തിട്ടില്ല. കേരളം 3 മാസക്കാലം കൊണ്ട് വിശദമായ നിലക്കുള്ള നിവേദനം കൊടുത്ത് അവരോട് ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഹൈക്കോടതി, പഴയത് പറയേണ്ട, ഹൈക്കോടതിയിൽ എന്താണ് SDRF-ന് നില എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞു. മെമ്മറാണ്ടം കൊടുക്കുന്ന സമയത്ത് കേരളത്തിലുള്ള SDRF-നുള്ള ആകെ പണം 588.83 കോടി. കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അതിന് വിഹിതം കൂടി ചേർത്താൽ ഒക്ടോബർ മാസം 1-ാം തീയതി 782.99 കോടി. അതിൽ നിലവിലുള്ള ബാധ്യത കഴിച്ചാൽ ഇപ്പോൾ SDF-നകത്തുള്ള പണം 61.53 കോടി റുപ്യ മാത്രം. ഈ SDRF-ൽ നിന്ന് 21 കോടി ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. 28.95 കോടി റുപ്യ പുനരധിവാസത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്. ആ കണക്കെല്ലാം നോക്കിയിട്ടാണ് കോടതി പറഞ്ഞത്, നിങ്ങൾ ഈ എമർജൻസി പീരീഡിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ് അതൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ വാചകം വായിച്ചല്ലോ. അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതി ഓപ്പൺ കോർട്ട് പറഞ്ഞതാണ്, ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ഇൻ എമർജൻസി ആൻഡ് നീഡ്സ് ഫണ്ട്, ഹു എൽസ് വിൽ ബി സ്റ്റേറ്റ് ആസ്ക്, യുവർ നോംസ് ലൈക്ക് യൂട്ടിലൈസർ സർട്ടിഫിക്കറ്റ് ആർ procedural norms and this is an emergency, you have to make exemption in emergencies. ഇത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യമാണ്. ഇതൊന്നും നോക്കാതെ കൊടുക്കണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നു. ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാടുമായി ബന്ധപ്പെട്ട് ഒരു ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതെന്ത് ന്യായമാണെന്നാണ് കേരളം ചോദിക്കുന്നത്. ഈ കേരളത്തോട് മാത്രം ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിന് ന്യായം എന്താണ്? ഇന്ത്യയിൽ ഇപ്പോൾ ഇതിന് ശേഷം ദുരന്തമുണ്ടായ സ്ഥലത്തെല്ലാം പോയിട്ട് പണം കൊടുത്തല്ലോ. അതെല്ലാം ഈ പറയുന്ന പോലെ PDNA ഉണ്ടായിട്ടാണോ, കണക്ക് കൊടുത്തിട്ടാണോ? അതൊന്നും അല്ലല്ലോ. അവരുടെ എല്ലാം കയ്യിൽ SDRF ഇഷ്ടം പോലെ ഉണ്ടല്ലോ. യൂട്ടിലൈസറെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് ശത്രുതാപരമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൊടുക്കില്ല എന്നുള്ളതാണ്. അത് BJP-യുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആ നിലപാട് കേരളം അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ എന്താ BJP-യുടെ സ്ഥിതി എന്താ? പാലക്കാട് എത്രായിരം വോട്ടുകളാണ് കുറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക്
വലിയ നിലയ്ക്ക് ശത്രു വിഭാഗത്തിലുള്ള നിലപാടാണ് നിർഭാഗ്യവശാൽ BJP സ്വീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കട്ടെ, BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി എന്നല്ല പറയുന്നത്, ഞങ്ങളുടെ കൂടി പ്രധാനമന്ത്രി ഗവൺമെന്റും അല്ലേ. ഈ കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം തരാതിരിക്കുന്നത് അധികാര BJPക്കുള്ളത്. അത് കൊടുക്കില്ലെന്ന് പറയുന്നത് എന്തൊരു ധിക്കാരമാണ്. എന്നിട്ട് ആ ധിക്കാരത്തെ ന്യായീകരിക്കുന്നു BJP. അവർ കേരളത്തിലെ ആളുകളാണെന്ന് അവർക്ക് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇത് അന്യായത്തിന് അങ്ങേ തലയാണ്. ഇവിടെ പറഞ്ഞല്ലോ വളരെ വേഗത്തിൽ പണം കൊടുക്കുന്നതാണ്. 4 മാസം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണോ? ദുരന്തമുണ്ടായ ജൂലൈ 30-നാണ്. 4.5 മാസക്കാലം കഴിഞ്ഞു. ഇതുവരെ 5 പൈസ കൊടുക്കാതെ ഒരു മനസാക്ഷി കുത്തുമല്ല BJPക്കാർ പറയാണ് വേഗത്തിൽ പണം കൊടുക്കും, വളരെ വേഗത്തിൽ പണം കൊടുക്കും, അടിയന്തര സഹായം കൊടുക്കും. നാണുമില്ലേ നിങ്ങൾക്ക് പറയാൻ? ഇത് കേൾക്കുന്ന ആളുകൾ വിഡ്ഢികളല്ലെന്നെങ്കിലും നിങ്ങൾ വിചാരിക്കണ്ടേ? ഈ കേരളത്തോട് ഈ കാണിക്കുന്ന ശത്രുതക്ക് കേരളത്തോടുള്ള ശത്രുതാ മനോഭാവം ജനത്തിന് മനസ്സിലാവുന്നത് എന്നാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായിട്ട് ഇപ്പം ഏതാണ്ട് 4.5 മാസം കഴിയുന്നു. കേന്ദ്ര സർക്കാർ ആവട്ടെ, നരേന്ദ്രമോദി സാധാരണ നിലയ്ക്ക് എല്ലായിടത്തും ചെയ്യുന്നത് പോലെ വരുന്നു, ഹെലികോപ്റ്ററിൽ കയറുന്നു, സന്ദർശനം നടത്തുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു, ആശുപത്രിയിൽ പോകുന്നു, ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ BJP IT സെൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. കഴിഞ്ഞു. പണമൊന്നും തന്നില്ല, 4.5 മാസമായി തന്നില്ല. ആളുകൾക്കാവട്ടെ വയനാടുമായി ബന്ധപ്പെട്ട വൈകാരികമായ ഒരു സംഗതി പതിയെ കുറഞ്ഞു വരികയാണ്. മൊത്തത്തിൽ അതിൻ്റെ ഒരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വയനാടിനെ പൂർണ്ണാർത്ഥത്തിൽ കൈവിട്ടു, ഒന്നും തരാൻ പോകുന്നില്ല, അത് മുഴുവനായി നമ്മൾ തന്നെയും നിറവേറ്റേണ്ടി വരും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ച നാടാണ് ഈ നാട്. അതിന് നിപ്പയുണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും ഒക്കെ രാജ്യത്തിനാകെ മാതൃകാപരമായ നിലക്ക് ആ ദുരന്തങ്ങളെ കേരളം അതിജീവിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ സമയത്തും അത്തരം ഒരു അതിജീവനം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായ നിലക്ക് പറഞ്ഞിട്ടുള്ളത് 2221 കോടിയുടെ പുനരധിവാസ ചെലവ് ഓരോന്നിനും കൃത്യമായ നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1000 വീടുകളടങ്ങുന്ന ഒരു ടൗൺഷിപ്പ്, 2 ടൗൺഷിപ്പുകൾ 1113 കോടി, അതുപോലെ തന്നെ റോഡ് 268 കോടിയുടെ, വിദ്യാഭ്യാസം ആരോഗ്യം 83 കോടി, കുടിവെള്ളം ജലസേചനം 75 കോടി. ഇങ്ങനെ കൃത്യമായ നിലക്ക് തന്നെ ഓരോ ഇനത്തിലും വരുത്തേണ്ട ചെലവുകളെ സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 എണ്ണം പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോയിട്ട് 29ാമത്തെ ദിവസം വിദ്യാഭ്യാസം ആരംഭിച്ചു ആ പ്രദേശത്ത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അവിടെ സ്വന്തമായിട്ട് വീടുകളിലേക്ക് താമസിക്കാത്ത ആരും അവിടെ അവശേഷിക്കുന്നില്ല. എല്ലാ വീട്ടുകാർക്കും 6000 ഉറുപ്പിക വാടകയായിട്ട് കൊടുക്കുകയാണ് കേരള ഗവൺമെൻറ്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരാൾക്ക് 300 രൂപ വെച്ച് 2 ആളുകൾക്ക് ഓരോ വീട്ടിലും 600 രൂപ കൊടുക്കുകയാണ്. ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ 900 രൂപ ഓരോ വീട്ടിൽ കൊടുക്കുകയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം ഒരു പൈസയും തന്നില്ലെങ്കിലും അതെല്ലാം ജനകീയ പിന്തുണയോടെ ഏറ്റെടുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്. BJPക്കാരുടെ ഔദാര്യമല്ല ഇത്. നരേന്ദ്രമോദി എന്തെങ്കിലും നമുക്കൊരു പ്രത്യേക സഹായം നൽകേണ്ടതല്ല. ഇവിടെ നിലവിലൊരു നിയമമുണ്ട്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഇത് ലെവൽ 3 ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ കടമാകെ എഴുതിത്തള്ളാൻ വേണ്ടി കഴിയും. ഇവിടെ MP-മാർക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമായ സഹായം നേടാൻ വേണ്ടി കഴിയും. കേന്ദ്രത്തിന് വിഹിതം നിർബന്ധമായിട്ട് തരേണ്ടതായിട്ട് വരും. അതുപോലും തയ്യാറല്ല എന്ന് കേന്ദ്രം എടുക്കുന്ന നിലപാട് അത് കേരളത്തെ യഥാർത്ഥത്തിൽ ശത്രുതാപരമായിട്ട് സമീപിക്കുന്നതിൻ്റെ ഭാഗമാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ നരേന്ദ്രമോദിക്കോ BJPക്കോ സാധിക്കുന്നില്ല എന്നതിന്റെ ഭാഗമാണ്. ഇത് ഒറ്റക്കെട്ടായി നേരിടാനുള്ള കരുത്ത് മലയാളിക്കുണ്ട്. ഒറ്റക്കെട്ടായി നേരിടും എന്നതാണ് കോൺഫിഡൻസ്. പ്രശാന്ത് മലവയിൽ, സത്യത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് കേരളത്തിനുള്ള ഫണ്ടുകൾ കൊടുക്കാതിരിക്കുക, പരമാവധി ഫണ്ട് പിടിക്കുക വഴി ക്ഷേമ പെൻഷനുകൾ തടയുക, വികസന പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുക. അപ്പോൾ സർക്കാർ പൊതുവെ ജനങ്ങൾക്കിടയിൽ എന്താണ്, അവർക്കൊരു വിപ്രതിപത്തി ഉണ്ടാകും, സർക്കാർ അൺപോപ്പുലർ ആകും. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വയനാട്ടിൽ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്ന സർക്കാർ, പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന സർക്കാർ, അങ്ങനെ ജനങ്ങളിലേക്ക് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഫണ്ട് പരമാവധി പിടിച്ചു വെച്ച് കേരളത്തിലെ BJP ഇതര സർക്കാരുകളിലൊന്നായ ലെഫ്റ്റ് ഗവൺമെന്റിനെ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പില്ലാത്തവരാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണോ സത്യത്തിൽ സകലയിടത്തും ഈ പൈസ പിടിക്കുന്ന വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? BJPക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു സംസ്ഥാനത്തോടും വിവേചനമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു, തൊട്ട് മുൻപത്തെ പോയിന്റ് നിങ്ങൾ പറഞ്ഞത് തമിഴ്നാടിന് 900 കോടി പെട്ടെന്ന് കൊടുത്തു എന്നുള്ളതാണ്.
തമിഴ്നാട് BJP ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലല്ലോ. BJPയുടെ MLA-മാരുടെ എണ്ണം നിങ്ങൾക്കറിയാലോ, BJP-മാരുടെ MP-മാരുടെ എണ്ണം നിങ്ങൾക്കറിയാലോ. അപ്പോൾ BJP അവിടെ കണക്കുകൾ കൃത്യമാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നുണ്ട്. ഇവിടെ 394 കോടി രൂപ SDRF-ന്റെ ഫണ്ടിൽ കഴിഞ്ഞ 2024 മാർച്ച് 31 ബാക്കിയിരിക്കുകയാണ്. നിങ്ങൾ 2018 പുത്തുമല ദുരന്തം നടന്നിട്ട് ഈ വയനാട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് 9, 10, 11, 12 വാർഡുകളാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുൻപ് 9ാമത്തെ വാർഡിൽ നടന്നിട്ടുള്ള ഒരു ദുരന്തമാണ്. ആ ദുരന്ത മേഖലയിലുള്ള ആളുകൾക്ക് ഇന്നും സഹായം കൊടുത്തിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ? 394 കോടി രൂപ 2024 മാർച്ച് 31 ബാക്കി നിൽക്കുമ്പോഴാണ് പുത്തുമലക്കാർ ഇന്നും ദരിദ്രാവസ്ഥയിൽ, അവർക്ക് വീട് പോലും ഇല്ലാത്ത രീതിയിൽ അവർ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഇതൊന്നും ആരും കണ്ടില്ല എന്ന് നടിക്കരുത് ശ്രീ പ്രകാശൻ മാഷേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ന് കേരളത്തിലെ ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിങ്ങൾ ഒരു കണക്ക് കൊടുത്തിട്ട് അവിടെ ഞങ്ങൾ ഇത്ര ചിലവാക്കാൻ പോകുന്നു, അത്രയൊക്കെ ടാലി, ഇനി ഞങ്ങൾ അതിന് ബാക്കിയില്ല. ഇതല്ലേ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? കഴിഞ്ഞ ആഴ്ച കോടതി ചോദിച്ചു, 388 കോടി രൂപ നിങ്ങൾക്ക് കേന്ദ്രം രണ്ടാമത് ദുരന്തം നടന്നതിന് ശേഷം അനുവദിച്ചു. അതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ 394 കോടി, 788 കോടി രൂപയുടെ കണക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 2 ദിവസം വേണമെന്നാണ് പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞു ഒരാഴ്ച എടുത്തോ, അടുത്ത വെള്ളിയാഴ്ച തന്നാൽ മതി. ഇന്ന് നിങ്ങൾ കൊടുത്തപ്പോൾ അവിടെ വിനിയോഗിച്ചതിന് കണക്കില്ല, വിനിയോഗിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള വൗച്ചറുകളോ ബില്ലുകളോ യാതൊരു സാധനവും സബ്മിറ്റ് ചെയ്തില്ല. നിങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് അംഗീകരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കണക്കുകൾ പരിശോധിക്കണമെങ്കിൽ പോലും സമയമെടുക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2-3 മാസമായിട്ട് കോടതി ഇത് തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നിവൃത്തികേട് കൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ ഈ തന്നത് ചെലവഴിച്ചതിൻ്റെ കണക്കെവിടെയെന്ന്. ആ കണക്കുണ്ടാക്കി കൊടുത്തതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു. എന്ത് കണക്കാണ് മാധ്യമത്തിന് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നല്ല, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കണക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. 75,000, അവിടെ 7 കോടി, ഇതൊക്കെ അതുകൊണ്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിക്ക് കൊടുത്തല്ലോ. സർക്കാർ ഒട്ടും പരിഭ്രാന്തി ഇല്ലാതെ ഹൈക്കോടതിക്ക് കണക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് മാത്രം ഹൈക്കോടതിയിൽ പോവേണ്ടി വരിക, ഹൈക്കോടതിക്ക് കണക്ക് ചോദിക്കേണ്ടി വരിക, ഇത് വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത എന്താണെന്നുള്ളതാണ് മൗലികമായ ചോദ്യം. ശ്രീ പ്രശാന്ത്, രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ന് ഹൈക്കോടതി എന്താ പറയുന്നത് നിങ്ങളോട്? കേന്ദ്ര സർക്കാരിനോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ സാങ്കേതികത മാറ്റിവെച്ച് മനുഷ്യത്വമുള്ള സമീപനം വയനാടിനോട് കാണിക്കണമെന്നൊരു ഹൈക്കോടതിക്ക് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ മനുഷ്യത്വമില്ലായ്മ കണ്ടിട്ടാണ്. പൊന്നു സുഹൃത്തെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കഴിഞ്ഞ അഫിഡവിറ്റിൽ കേന്ദ്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ബീൻ അലോട്ടഡ് 388 crore എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കിട്ടിയ അപേക്ഷാ ഫോമുകൾ, വലിയ തോതിലുള്ള അഭ്യർത്ഥനകൾ, ഇതിൻ്റെയൊക്കെ കാലക്രമം പറയുന്നത് കേട്ടു. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ PDNA, കേന്ദ്ര സർക്കാരിന് ഈ PDNA കിട്ടിയിട്ട് ഇപ്പോൾ 1 മാസമായി. വൈകിപ്പോയി എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്, ശരി, വൈകിപ്പോയി, സമ്മതിച്ചു. എന്നിട്ടും അത് കിട്ടിയിട്ടിപ്പോൾ 1 മാസമായി. ഇന്നത്തെ പാർലമെന്റ് പ്രഖ്യാപനത്തിലും അതിൽ ഞങ്ങൾ ആവശ്യമായ തുക വകയിരുത്തുമെന്നൊരു വർത്തമാനം പോലും പറയാത്ത എന്തുകൊണ്ടാണ്? 1 മാസം പോരെ? ഈ PDNA തയ്യാറാക്കാൻ ഇത്രയും താമസം എടുത്തു. അതിന്മേലൊരു അസസ്മെന്റ് പൂർത്തിയാക്കി ഒരു പ്രാഥമികമായ എമൗണ്ട് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെ നന്നായിട്ട് ന്യായീകരിച്ചോളൂ. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് PDNA കൊടുക്കാത്തത് നിങ്ങൾ നന്നായിട്ട് ന്യായീകരിച്ചോളൂ, പ്രശ്നമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്, നേരത്തെ അനിൽ സാറ് പറഞ്ഞതുപോലെ, അനിൽ ബോസ് സാറ് പറഞ്ഞു, ആ 2005 ദുരന്ത നിവാരണ ആ നോംസ് ഒന്ന് പഠിക്കൂ, അതൊന്ന് വായിച്ച് മനസ്സിലാക്കൂ. ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിന് ഒരു PDNA കൊടുത്താൽ അത് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, അത് എത്ര ദിവസം ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുമെന്നുള്ളതെങ്കിലും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കൂ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നാളെ കൊടുത്തു എന്ന് വരിക, 19 കോടി
നടപടിയുടെ കണക്ക് ഞാൻ പഠിച്ചിട്ടില്ല എത്ര ദിവസം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞു PDN കിട്ടിയാൽ അതിന്റെ നടപടികൾ പൂർത്തിയാക്കി പണം പ്രഖ്യാപിക്കാൻ എത്ര സമയം എടുക്കും? മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര എടുത്തിട്ടുണ്ട്? അല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് PDN കിട്ടിയിട്ട് പൂർത്തിയാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്? എത്ര സമയമാണ് സാധാരണ അതിന് വേണ്ടി വരിക? അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് വിശദീകരിച്ച് താങ്കൾ അടുത്തേക്ക് പൊക്കോളൂ. നോക്കൂ, ഞാൻ ചോദിക്കുന്നത്, നാളെ 2219 കോടി കേരളത്തിന് അനുവദിച്ചു എന്ന് കൂട്ടുക, റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണല്ലോ. എവിടെയാണ് ഭൂമി? ഇവർ ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് സുഹൃത്തെ ഇത്രയും കാലം ഇത് നീട്ടിയത്. ഇനിയും മാക്സിമം നീട്ടാൻ വേണ്ടി പോകുന്നത് കേന്ദ്രത്തിന്റെ തലയിലേക്ക് ഇത് വീണ്ടും വീണ്ടും കേന്ദ്രം ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ബീഹാറിനും ഉത്തർപ്രദേശിനും ഒക്കെ എയിംസ് കൊടുത്തല്ലോ. അവർ ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ ഭൂമി ഇവിടെ എയിംസിന് മാറ്റി വെച്ചിട്ടുണ്ട്, തന്നിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ തൃശ്ശൂരിലെ MP പറഞ്ഞു നടക്കുന്നത് ഭൂമി ഇല്ലാത്തതുകൊണ്ടാണെന്നാ. നമുക്കുള്ളതിനേക്കാൾ കുറവ് ഭൂമിയുള്ള ഖൊരഗ്പൂരിലും ബീഹാറിലെ പാറ്റ്നയിലും ഒക്കെ ഭൂമി എവിടെയാണ് നിഷാദ ഭൂമി? ശരി, അപ്പൊ ഭൂമി നമ്മളെ എടുത്തിട്ടില്ല. വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഈ വയനാട്ടിൽ ഒരു മെഡിക്കൽ നിങ്ങൾ എയിംസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒറ്റ പോയിന്റ് ഞാൻ പറയാം. വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ വലിയ പൊക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ ചികിത്സയ്ക്കായി ഈ ദുരന്തം, ഇങ്ങനെ ദുരന്തം നടന്നിട്ട് ഒരൊറ്റ ആളെ പോലും ചികിത്സിക്കാൻ എന്തുകൊണ്ടാണ് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാത്തത്? ഇത്ര കഴിവ് കെട്ടിട്ടുള്ള ഒരു ഭരണകൂടം അവർ ഉയർത്തി എന്ന് പറയപ്പെടുന്ന മെഡിക്കൽ കോളേജ് ഉത്തർപ്രദേശിലേക്ക് സ്ഥിതിവിശേഷം ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയി. അവിടെ ഒരു വർഷം 322 കുഞ്ഞുങ്ങളെ ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയത്. അത്തരം സംഭവം ഒന്നും കേരളത്തിലില്ല എന്ന് ഓർക്കണം. നിങ്ങൾ ഈ ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ ഏതെങ്കിലും ഒരു സർക്കാർ, ഏതെങ്കിലും ഒരു സംസ്ഥാനം, അല്ല നിങ്ങൾ വേറെ ഒരുപാട് വഴിക്ക് പോയല്ലോ, ഒരുപാട് വഴിക്ക് പോയി. വയനാട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയോട് കിടപിടിക്കാൻ കഴിയുന്ന എന്താ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണം. ദുരന്ത മേഖലയിലുള്ള ആളുകൾക്കാണ് അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ പോകുന്നത്. ശരി, ശ്രീ അനിൽ ബോസ്, ഈ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് രാഷ്ട്രീയ വിവേചനമാണെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ ഒരു അതിജീവനം വലിയ പ്രയാസത്തിലേക്ക് പോവുകയാണ്. അതൊരു വലിയ സമര വിഷയമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുമില്ലേ? അല്ല, ഈ ചാനൽ ചർച്ചയിൽ പോലും സമയം ക്രമീകരിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. വലിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അതും ഒന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കണമല്ലോ. പക്ഷെ അത് സമയമൊക്കെ ക്രമീകരിക്കുമ്പോഴും റൊട്ടേഷൻ വരുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ വളരെ കൃത്യമായി കേന്ദ്ര സഹായവും വയനാടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നമ്മൾ എന്തിനാണ് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ പൊതുസമൂഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മനസ്സിലാക്കണ്ടേ നിഷാദേ? നമ്മളെല്ലാ ചർച്ചകളിലും ഇരുന്ന് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രം വർത്തമാനം പറഞ്ഞു പോയാൽ മതിയോ? കാലാകാലങ്ങളിൽ വരുന്ന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ദേശീയ ദുരന്തങ്ങൾക്കും സംസ്ഥാന ദുരന്തങ്ങൾക്കും പണം അനുവദിക്കുന്നു. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞു 75% തുക കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന ഗവൺമെൻറ്റും വിനിയോഗിക്കുന്നതാണ് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ധനവിനിയോഗം. ഇവിടെ നമ്മൾ ഈ L3 ആക്കണമെന്നും അതോടൊപ്പം തന്നെ ദേശീയ ദുരന്തമാക്കണമെന്നും പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാചൽ പ്രദേശും ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ അവിടെ ദുരന്ത നിവാരണത്തിന് വേണ്ടി വരുന്ന 90% തുകയും മുടക്കണം. 10% സംസ്ഥാനം മുടക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനെ ദേശീയ ദുരന്തമാക്കണമെന്ന് പറയുന്നത്. മിനിമം അതിതീവ്ര ദുരന്തമെന്ന നിലയിൽ പരിഗണിച്ച് L3 ആക്കണമെന്ന് പറയുന്നത്. അവിടെ ഒരു നാടിനോട് ഒരു സമഭാവനയോടുകൂടി പോകുന്നൊരു ഗവൺമെൻറ് ആണെങ്കിൽ ദേശീയ ദുരന്തമാക്കണ്ട, L3 ആക്കാം. അതാക്കിയില്ല. ഇവിടെ പറഞ്ഞു, BJPയുടെ പ്രതിനിധി പറഞ്ഞു തമിഴ്നാട് കണക്ക് കൊടുത്തു. തമിഴ്നാട് എപ്പോൾ കണക്ക് കൊടുത്തു, എന്ന് കണക്ക് കൊടുത്തു, ഏത് സമയത്ത് കണക്ക് കൊടുത്തു? കണക്കൊന്നും കൊടുത്തിട്ടില്ല. അതിനുള്ള ടൈം കിട്ടിയിട്ടിരുന്നേ. അവിടെ ചുഴലിക്കാറ്റുണ്ടായി 4ൻ്റെ അന്ന് പ്രഖ്യാപനം വന്നു. അവരുടെ SDRF ഫണ്ട് വിനിയോഗിക്കാനുള്ള അനുമതി അടക്കം നൽകി 900 കോടി വിനിയോഗിക്കാനുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ കൊടുത്തു. ഒരു കണക്ക് കൊടുത്തിട്ടല്ല. നമ്മൾ ചർച്ചയിൽ ജയിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇവിടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ഐക്യ ജനാധിപത്യ മുന്നണി അല്ല,
പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. കേരള ഗവൺമെന്റിന് എന്തെല്ലാം പ്രതിബദ്ധതയുണ്ടോ അതേ പ്രതിബദ്ധത, അതേ ഉത്തരവാദിത്വം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കൾക്കും പ്രതിപക്ഷത്തെ MLA-മാർക്കും ഉണ്ട്. അപ്പൊ കേരളത്തെ പൊതുവായി കണ്ടുകൊണ്ടാണ് നമ്മൾ നിലപാടെടുക്കുന്നത്. പ്രധാനമന്ത്രി വന്നിട്ടും കേന്ദ്ര സംഘം വന്നിട്ടും ഇതിനെ ദേശീയ ദുരന്തമാക്കിയില്ല, L3 പെടുത്തിയില്ല. കൂടുതൽ സാമ്പത്തിക വിനിയോഗം നടത്താവുന്ന തരത്തിലുള്ള 90% കേന്ദ്ര ഫണ്ടും കിട്ടാവുന്ന അവസ്ഥയിലേക്ക് ധനകാര്യ കമ്മീഷണർ ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള ആക്ട് നിലനിൽക്കുമ്പോൾ അതിൽ പോലും നീതി പുലർത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ പറയുന്ന 135 ദിവസം പിന്നിട്ടിട്ടും അനുഭാവപൂർണമായ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിലെ മുഴുവൻ MP-മാരും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയം മറന്നു. അത് ആലോചിക്കണം. BJP-യുടെ ഒരു പാർലമെന്റ് അംഗം ഒഴിച്ച്, BJP-യുടെ രാജ്യസഭാംഗങ്ങൾ ഒഴിച്ച്, പ്രത്യേകിച്ച് അവർ കേന്ദ്രമന്ത്രിമാരാണ്, അവരൊഴിച്ചുള്ള 23 പേരാണ് ഒന്നിച്ചു പോയി അമിത്ഷായെ കണ്ടത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ. ശ്രീ ആന്റോ ആന്റണി കേരളത്തിലെ MP-മാരുടെ കൺവീനറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ഇവരെല്ലാവരും ഒന്നു ചേർന്ന് അമിത്ഷായെ കണ്ട് ഡിമാൻഡ് വെച്ചിട്ട് ആ ഡിമാൻഡിന് നീണ്ട ഒരു പ്രണയലേഖനം എഴുതുന്നത് പോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ കുത്തിത്തെറിച്ച ഒരു മറുപടി മാത്രമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയത്. ഇവിടെ രാഷ്ട്രീയം നോക്കിയാണെങ്കിൽ ഞങ്ങൾ LDF-ഉം UDF-ഉം ഒന്നിച്ചെന്തിന് പോയി കാണണം? ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ഒന്നു ചേർന്ന് എന്തിനു പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണണം? അപ്പൊ നമ്മൾ പോയി കണ്ടത് കേരളത്തിന്റെ പൊതു താല്പര്യമാണ്. ആ പൊതു താല്പര്യം കാണിക്കാനുള്ള ബാധ്യത കേരളത്തിൽ നിന്നൊരു ലോക്സഭാംഗവും 2 കേന്ദ്രമന്ത്രിമാരും 1-2 ഗവർണർമാരും BJP-ക്ക് ഉണ്ടല്ലോ. ഇവർക്കൊന്ന് സംസാരിക്കാമല്ലോ കേരളത്തിന് വേണ്ടി. ഇതിൽ കക്ഷി രാഷ്ട്രീയം കാണണ്ട. കേരളം ഞങ്ങളുടെ നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഭക്തന്മാരുടെ നാടാണ്, ഇവർ ഭക്തന്മാരുടെ ഒരു കൂടാരമാണെന്നാണല്ലോ ഇവരുടെ വെപ്പ്. BJP സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ദൈവഭക്തന്മാർ അതങ്ങ് ആളിക്കത്തുന്ന ഭക്തിയുള്ളവരാണല്ലോ. ഞങ്ങൾക്കാർക്കും ഭക്തിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഭക്തന്മാരുടെ കൂടാരത്തിലിരിക്കുന്ന ആളുകൾക്ക് സമൂഹ നന്മ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്രീധരൻപിള്ളയ്ക്കും ഈ പറയുന്ന പിന്നെ ജോർജ് എന്നല്ലേ പേര് കോട്ടയത്തുള്ള മന്ത്രി, അദ്ദേഹത്തിനും ജോർജ് കുര്യൻ, ആ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും പറയാമല്ലോ ഇത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. ജോർജ് കുര്യൻ, ഓക്കെ, സോറി, എനിക്ക് പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പോയത്. നമ്മൾ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണെങ്കിലും പെട്ടെന്ന് ആ പേര് വിട്ടുപോയതാണ്. അപ്പൊ ജോർജ് കുര്യൻ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇനി ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ളയ്ക്ക് സംസാരിക്കാമല്ലോ. ഇവരാരെങ്കിലും സംസാരിച്ചോ? ഇവരാരെങ്കിലും ഒരു വാക്കുരിയാടിയോ? ആ ചൂരമല ദുരന്തത്തിൽ, വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരെല്ലാവരും കോൺഗ്രസ്സുകാരാണോ? മരിച്ചവരെല്ലാവരും CPM-കാരാണോ? മരിച്ചവരെല്ലാവരും BJP-കാരാണോ? മനുഷ്യരായി കാണുന്നേ. കോടതിയുടെ പ്രയോഗം വളരെ അന്വർത്ഥമുള്ള വാക്കുകളാണ്. മനുഷ്യത്വ സമീപനം കേന്ദ്ര സർക്കാർ കാണിക്കണമെന്ന്, മനുഷ്യത്വ സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് കോടതി പോലും പറഞ്ഞ ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു മനസ്സ് കേന്ദ്രത്തിന് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. കേന്ദ്രം പണം തരാതിരിക്കാൻ പറയുന്ന ന്യായമല്ല എന്ന് നമുക്ക് ദേശീയ സാഹചര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയും. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പണം, അവരോട് കാണിച്ചിട്ടുള്ള ഇളവ്, അവരോട് ചോദിക്കാത്ത കണക്ക് കേരളത്തോട് മാത്രം ചോദിക്കുന്നത് രാഷ്ട്രീയ വിവേചനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നാണ് സ്വാഭാവികമായി വരുന്ന സംശയം. കേന്ദ്രം എന്ത് ചെയ്യുമെന്ന് നോക്കാം, സമയം നീണ്ടുപോകുന്നുണ്ടെങ്കിലും. ഞാൻ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു ശ്രീ അനിൽ ബോസ്, ശ്രീ പ്രശാന്ത്, ഒപ്പം CM പ്രകാശൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.